നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ബംഗാളിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. 34 വർഷം നീണ്ട തങ്ങളുടെ ഭരണത്തിന് കീഴിൽ വലിയ അപരാധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെന്നും അതിനാൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ജനങ്ങൾ മാപ്പ് നൽകുന്ന നിമിഷം സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുമാണ് MA ബേബി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ സമ്മതിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1977 മുതൽ 2011 വരെ നീണ്ട 34 വർഷക്കാലത്തെ തുടർച്ചയായ ഭരണം, ആ തുടർച്ചയായ ഭരണം ജനോപകാരപ്രദമായിരുന്നില്ല, മറിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഭരണമായിരുന്നു. ജനങ്ങളോട് വലിയ രീതിയിലുള്ള അപരാധം CPM ചെയ്തിട്ടുണ്ട് എന്ന് തൻ്റെ മുൻഗാമികൾ ചെയ്ത കാര്യം ഇപ്പോഴിതാ MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾ ഇതുവരെയും മാപ്പ് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. മാപ്പ് നൽകുന്ന നിമിഷമേ ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് MA ബേബി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭാവിയിൽ ജനങ്ങൾ മാപ്പ് തരുമായിരിക്കാം, അപ്പോൾ നമ്മൾ ഈ പശ്ചിമ ബംഗാളിലെ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ഇത് സത്യത്തിൽ വലിയൊരു ഏറ്റുപറച്ചിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപരാധം ഏറ്റുപറയുന്നത് ഇതാദ്യമായിട്ടല്ല. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി ഒരു വലിയ മഹാ അപരാധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. അതായത് 2011 34 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ CPIMന് ബംഗാളിൽ ഭരണം നഷ്ടമായത്. ആ ഭരണം നഷ്ടമായ സമയത്ത് പോലും CPM പറഞ്ഞിരുന്നത് ഞങ്ങൾക്കൊരു കേടുപാടും പറ്റിയിട്ടില്ല എന്നതാണ്. ഇത്രയും കാലത്തെ ഭരണത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു വിരുദ്ധ തരംഗമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കേവലം ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ തോൽവി തീർത്തും സാങ്കേതികമാണ്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് അതെങ്ങും പോയിട്ടില്ല. അത് ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു പിടിക്കും, അടുത്ത തവണ തിരിച്ചു പിടിക്കും എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം വരെയും CPIM അവരുടെ തെറ്റ് ഏറ്റുപറയാൻ തയ്യാറായിരുന്നില്ല. അവർ അവരുടെ അഹങ്കാരം കാട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ CPIMന് പതിയെ മനസ്സിലാവുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം CPIMന് മനസ്സിലാവുകയാണ് ഞങ്ങൾക്ക് ഇത്തവണയും ബംഗാളിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം ദയനീയമാണ് CPIMന്റെ അവസ്ഥ ഇന്ന് ബംഗാളിൽ എന്ന് നമുക്കറിയാം. 34 വർഷം തുടർച്ചയായി ഒരു സംസ്ഥാനം ഭരിച്ച പാർട്ടി 2011 അധികാരം നഷ്ടപ്പെടുമ്പോഴും അവർക്ക് ഏതാണ്ട് 40 സീറ്റുകൾ ഉണ്ടായിരുന്നു. 62 സീറ്റുകൾ ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. CPIMന് മാത്രം 40 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത CPIM ഭരണത്തിനെതിരെ മമതാ ബാനർജിയും കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നു. UPA സഖ്യം എന്ന നിലയിലാണ് ബംഗാളിൽ അന്ന് തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ച് ഭരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് 184 സീറ്റുകൾ ലഭിക്കുന്നു. 42 കോൺഗ്രസിൻ്റെ സീറ്റ് കൂടിയായപ്പോൾ 226 സീറ്റുകളുടെ പിന്തുണയോടുകൂടിയാണ് അന്ന് തൃണമൂൽ കോൺഗ്രസ് ഭരണം നേടിയത്. 2016 തെരഞ്ഞെടുപ്പായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസകരമായ കാര്യം എന്നുള്ളത് 2011 ഭരണപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേരെ CPIMനോടൊപ്പം ചേരുന്നു. മമതാ ബാനർജി കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കുന്നു. CPM കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി മമതാ ബാനർജിയെ എതിർക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ അപ്പോഴും നിലം തൊട്ടില്ല. ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിൻ്റെ സീറ്റ് 70ലേക്ക് ഉയർന്നുവെങ്കിലും CPIMന്റെ സീറ്റ് 26ലേക്ക് താഴ്ന്നു. 2021 ബംഗാൾ രാഷ്ട്രീയത്തിൽ മറ്റ് ചില കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് കോൺഗ്രസും അതുപോലെ തന്നെ CPIMും ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും പകരം അവിടെ BJP തൃണമൂൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും 2021 തന്നെ തങ്ങൾ ഭരണം പിടിക്കും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP 2021 ഒരു BJP തരംഗം അവിടെ ആഞ്ഞു വീശുകയായിരുന്നു. പക്ഷേ BJP 77 സീറ്റിൽ ഒതുങ്ങി. മമതാ ബാനർജിക്ക് വീണ്ടും ഭരണം കിട്ടുന്നു. 2011 അധികാരത്തിലെത്തിയത് TMC 184 സീറ്റുകളോടെയാണ് എങ്കിൽ 2016 അത് 211 വർദ്ധിപ്പിക്കുന്നു. 2021 അത് 215 വർദ്ധിക്കുന്നു. 2011 16 21 3 തവണ തുടർച്ചയായി വിജയം നേടുന്ന മമതാ ബാനർജി 4ാം തവണയും വിജയം നേടാനുള്ള വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ. പക്ഷേ
ഇത്തവണയും വലിയ രാഷ്ട്രീയ മാറ്റങ്ങളില്ല. ബി.ജെ.പി. വലിയ വെല്ലുവിളിയായി തീരുകയാണ്. ബി.ജെ.പി. 77 സീറ്റ് പിടിച്ച 2021 തിരഞ്ഞെടുപ്പിൽ CPIM-ന് വട്ടപൂജ്യമാണ് സീറ്റ്. അതായത് ബംഗാൾ നിയമസഭയിൽ ഒരംഗം പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് CPM. ഈ അവസ്ഥയിലെത്തിയപ്പോൾ മാത്രമാണ് CPIM-ന് തങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ത് എന്ന കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടാകുന്നത്, ഒരു ചെറിയ ബോധ്യമുണ്ടാകുന്നത്. ആ ബോധ്യത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഈ മാപ്പപേക്ഷ ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ മാപ്പ് കേട്ടാൽ ബംഗാളിലെ ജനങ്ങളുടെ മനസ്സ് അലിയുമെന്നൊന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ 1-2 സീറ്റുകളെങ്കിലും കിട്ടിക്കോട്ടെ, ഈ 0 എന്ന ഒരവസ്ഥയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് കരകയറി വരട്ടെ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു മാപ്പപേക്ഷ നടത്തിയിരിക്കുന്നത്. എന്തായാലും മാപ്പപേക്ഷ കൊണ്ടൊന്നും ബംഗാളിൽ വലിയ ചലനമുണ്ടാകുന്നില്ല. കാരണം ബംഗാളിൽ ഇന്ന് CPM ഒരു ചർച്ചാ വിഷയമേ അല്ല. ബംഗാളിൽ ഇന്നത്തെ ചർച്ചാ വിഷയമെന്നത് മമതാ ബാനർജി 4ാം തവണയും ഭരണം നേടുമോ, അതോ മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ച് പുതിയ രാഷ്ട്രീയ ശക്തിയായി ബംഗാളിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി BJP അവിടെ ഭരണം നേടുമോ? ഇതാണ് ഈ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ബംഗാൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ തിരക്ക് പിടിച്ച അല്ലെങ്കിൽ വളരെ ശക്തമായ പ്രചരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിൽ കണ്ടത്. ആ പ്രചരണത്തിന് ശേഷം നമ്മൾ പോളിംഗ് ദിവസത്തിലേക്ക് ഇന്ന് കടക്കുന്നു. ആദ്യഘട്ട പോളിംഗ് ഇന്ന് നടക്കുകയാണ്. ഈ പോളിംഗ് ദിനത്തിലും പ്രചരണത്തിലെ അതേ ആവേശം നമ്മൾ കാണുന്നു. 3 മണിക്ക്, അതായത് വൈകുന്നേരം 3 മണിയുടെ കണക്കനുസരിച്ച് ബംഗാളിലെ പോളിംഗ് ശതമാനം 78.77% എന്ന് പറഞ്ഞാൽ ഈ പോളിംഗ് ശതമാനം എവിടെ എത്തി നിൽക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു എത്തുംപിടിയും ഇപ്പോൾ കിട്ടുന്നില്ല. സർവകാല റെക്കോർഡുകൾ തകർക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് പോളിംഗ് ശതമാനം കൂടിയാകാനുള്ള സാധ്യതയുണ്ട്. 90-95% കടന്നു പോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിലാണ് ഓരോ മണിക്കൂറിലും പോളിംഗ് ശതമാനം നടക്കുന്നത്. ശക്തമായ പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അതായത് ശക്തമായ ഒരു വികാരം അത് ബംഗാളിലുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോ മമതയ്ക്ക് അനുകൂലമായ വികാരമോ? ഏതായാലും ഒരു മാറ്റത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകുന്നത്, റെക്കോർഡ് പോളിംഗ് ശതമാനം ഉണ്ടാകുന്നത് എന്ന് രാഷ്ട്രീയ വിദഗ്ധരെല്ലാം പറയുന്നുണ്ട്. എന്തായാലും ബംഗാളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം അതും 2011-ലേതാണ്. 2011-ൽ ഏതാണ്ട് 84.46% ബംഗാളിലെ പോളിംഗ് ശതമാനം. അതാണ് ബംഗാളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. ബംഗാളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ അവിടെ ചരിത്രപരമായ ഒരു രാഷ്ട്രീയ മാറ്റം നടന്നു. ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം എല്ലാ റെക്കോർഡുകളും മറികടന്ന് മുന്നേറുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റമാണ് ബംഗാളിലെ ജനത സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇന്ന് കൗതുകത്തോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത്. മെയ് 4 വരെ അതിന് കാത്തിരിക്കണം. അടുത്ത 29-ന് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ തീർച്ചയായും ബംഗാളിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം രചിക്കപ്പെടുമോ? ഈ പോളിംഗ് ശതമാനം 2ാം ഘട്ടത്തിലും ആവർത്തിക്കുമോ? രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നത്തെ പോളിംഗിൽ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന കാര്യം അതാണ്. SIR-ന്റെ ഒരു വൻ വിജയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ട്. ബംഗാളിൽ വലിയ രീതിയിൽ അനധികൃത കുടിയേറ്റക്കാരുടെയും മരിച്ചവരുടെയും വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഇരട്ട വോട്ടുകൾ കടന്നുകയറിയിട്ടുണ്ട്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം മാറ്റി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ട്. 12% കുറവാണ് ഈ വോട്ടർ പട്ടികയിൽ ബംഗാളിൽ SIR-ന് ശേഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, SIR ഒരു വൻ വിജയമായി മാറുന്നു. ബംഗാളിൽ SIR ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ ബംഗാളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിട്ടുള്ള കനത്ത സുരക്ഷ 2.5 ലക്ഷം കേന്ദ്ര സേനാംഗങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ മേധാവിമാർ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുന്നു. ഒരാൾക്ക് പോലും ഒരു അക്രമ സംഭവത്തിനും ഇടകൊടുക്കാത്ത തരത്തിലുള്ള എല്ലാവർക്കും ഭയരഹിതമായി ഭയമില്ലാതെ വോട്ട് ചെയ്യാനെത്താം എന്ന രീതിയിലുള്ള സുരക്ഷ ബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല വലിയ പോരാട്ടം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉണ്ടായി. BJP-യും തൃണമൂൽ കോൺഗ്രസും വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അന്യ സംസ്ഥാന
സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും വളരെ താല്പര്യത്തോടുകൂടി ഇത്തവണ സംസ്ഥാനത്തെത്തി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം വോട്ടിംഗ് ശതമാനം ഉയരുന്നതിന് കാരണമായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും റെക്കോർഡ് പോളിംഗ് ഒരു വലിയ സൂചന നൽകുന്നുണ്ട്. അതൊരു മാറ്റത്തിൻ്റെ സൂചനയാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. മെയ് 4 വരെ അതിന് കാത്തിരിക്കുകയും വേണം.